रे बच्चे, आप कैसे हैं? ठीक है ना? सभी अपने अपने घर में सुरक्षित है ना? ओके। पिछले हिंदी कक्षा में हमने टीवी नामक पटकथा के 2 सीन के बारे में चर्चा किया। पहला सीन में गोबू, चुन्नी और लल्लू नामक 3 बच्चों को परिचय किया। गोबू एक मकोड़ा को चुन्नी के हाथ में पकड़ाते हुए कसम लेती है। कसम क्या है? എന്ത് ശബ്ദമാണ് അവരുടെ തരുന്നത്? दूसरी गाँव में किसी को न कहकर, ആരോടും പറയാതെ टीवी देखकर चले लौट आएंगे അല്ലേ? തിരിച്ച് അടുത്ത ഗ്രാമത്തിൽ ആരോടും പറയാതെ ടി വി കാണാൻ പോയി തിരിച്ചു വരും എന്ന ഒരു ശബ്ദമാണ് അവർ എടുക്കുന്നത്. उसके बाद तीनों ने दूसरी गाँव की ओर चल रहे थे. 3 പേരും അടുത്ത ഗ്രാമത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. पहाड़ी पहला सीन 2 एक पहाड़ी की पगडंडी है. पगडंडी के रास्ते पर वह चल रहे थे. तब सामने से एक टीवी टावर देख रहे हैं അല്ലേ? അവർ ഒരു ടി വി ടവർ കണ്ടുകൊണ്ടിരിക്കുന്നു. उस समय चुन्नी क्या पूछते हैं, क्या कहते हैं? चुन्नी कहते हैं चुन्नी के बाप ने टीवी का एंटीना और बक्सा खरीद लिया था. सभी तरह वह एंटीना को घुमाया लेकिन टीवी पकड़ा ही नहीं. അല്ലേ? ടി വിയിൽ സിഗ്നൽസ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? കാരണം क्या है? കാരണം उसकी गाँव पहाड़ की इस तरफ है. അല്ലേ? പർവ്വതത്തിൻ്റെ ഇങ്ങേ സൈഡിലാണ് അവരുടെ ഗ്രാമം. इसलिए സിഗ്നൽസ് नहीं पकड़ेगा. അതുകൊണ്ട് സിഗ്നൽസ് ഒന്നും വരില്ല. ഓക്കെ. तब गोबू क्या कहा? गोबू എന്താ പറഞ്ഞത് ആ സമയത്ത്? ടി വി तो जादू है. ടി വി ഒരു മാജിക്കാണ് അല്ലേ? സിഗ്നൽ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാജിക്കാണ്. उस जादू के बारे में कुछ यादों में खोया हुआ गोबू आगे बढ़ता है. गोबू के पीछे बाकी दोनों ने चल रहे हैं. ഓക്കെ. അപ്പോൾ ഗോപു എന്തോ ടി വിയെ സംബന്ധിക്കുന്നൊരു ഓർമ്മയിൽ അവനിങ്ങനെ പോകുന്നു. എന്തോ ഓർമ്മിച്ചുകൊണ്ട് അവനിങ്ങനെ പോകുന്നു. ബാക്കി 2 പേര് അവൻ്റെ പിന്നാലെയും. सीन 3. अब देखिए सीन 3. मनोहर चाचा के घर का कमरा. सुबह के 8 बजे हैं. टीवी पर 26 जनवरी की परेड आ रही है. गोपू और उसके बाबा टकटकी लगाए देख रहे हैं. मनोहर चाचा बगल में बैठे हैं. टीवी में झांकियाँ चल रहे हैं और एक कमेंट्री भी. टीवी पर 26 जनवरी की परेड आ रही है. इनी थर्ड सीन दृश्य 3 कहाँ है? മനോഹർ ചാച്ചാക്കെ ഗർക്ക കമര. മനോഹർ അങ്കിളിൻ്റെ ഗർക്ക വീടിലെ കമര മീൻസ് റൂം, അതായത് ടി വി വെച്ചിരിക്കുന്ന റൂമിൽ. സുബഹ് 8 ബജെ ഹെ. മോർണിംഗ് 8 o'clock അല്ലേ? രാവിലെ 8 മണിക്ക്. ടി വി पर 26 जनवरी की परेड आ रही है. അതായത് എന്തോ ഒരു ഓർമ്മ, ടി വിനെ സംബന്ധിക്കൊരു ഓർമ്മയുണ്ട് ആരുടെ? ഗോപുവിൻ്റെ മനസ്സിൽ. ആ ഓർമ്മയാണ് ഇവിടെ सीन 3 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ടി വി पर 26 जनवरी की परेड आ रही है അല്ലേ? ടി വിയിൽ ജനുവരി 26ൻ്റെ പരേഡ്, അതായത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ, അതിൻ്റെ പരേഡ് ആ രഹി ഹെ, പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗോപു और उसके ബാബ ടക്ടക്കി ലഖായെ ദേഖ് രഹേ. ഗോപു അവൻ്റെ ബാബ ഫാദറും ടക്ടക്കി ലഖായെ. എന്താ ടക്ടക്കി ലഖായെ ദേഖ് രഹേ? ടക്ടക്കി എന്നാൽ ഈഗേളി അല്ലേ? ലഖായെ ദേഖ് രഹേ, നിർനിമേഷരായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനോഹർ ചാച്ച ബഗൽ മേ ബൈഠേ ഹെ അല്ലേ? മനോഹർ ചാച്ച ബഗൽ മേ, അരികെ തന്നെ, അടുത്ത് തന്നെ, ബൈഠേ ഹെ ഇരിക്കുന്നുണ്ട്. ടി വി മേ ജാങ്കിയം ചൽ രഹി ഹെ. ടി വിയിലെ ജാങ്കിയ മീൻസ് ദൃശ്യങ്ങൾ, പിക്ചേഴ്സ്.
ചൽ രഹി ഹെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഔർ ഏക് കമൻട്രി ബി കൂടാതെ ഒരു കമൻട്രിയും കൂടി ഉണ്ട്. ടി വി സെ ആത്തി കമൻട്രി ഔർ യഹ് ഹെ ജാങ്കി അസം രാജ്യ കി ആകെ ആകെ ബീഹു നൃത്യ കർത്തി മഹിളായും. ടി വി സെ ആത്തി കമൻട്രി ടി വിയിൽ നിന്നൊരു കമൻട്രി വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ആ കമൻട്രിയാണ്. ഔർ യഹ് ഹെ ജാങ്കി ഈ ദൃശ്യം ആകുന്നു. ജാങ്കി ജാങ്കി മീൻസ് ദൃശ്യം. യഹ് ഹെ ജാങ്കി ഈ ദൃശ്യമാകുന്നു. ഇനി അടുത്തത് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് അസം രാജ്യക്ക്. അസം രാജ്യം മീൻസ് ഹിയർ സ്റ്റേറ്റ്. ഈ അസം രാജ്യം, അസം രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ആകെ ആകെ ബീഹു നൃത്യ കർത്തി മഹിളായും. മുന്നിൽ കാണുന്ന എന്താണ്? അസം രാജ്യത്തിൻ്റെ ഒരു ദൃശ്യമാണ്. അതിൽ ബീഹു നൃത്യ കർത്തി മഹിളായും, അതിന് തൊട്ട് മുന്നിലായിട്ട് കാണുന്നത് ഏറ്റവും മുന്നിൽ ഫസ്റ്റ് ബീഹു നൃത്യം ചെയ്യുന്ന ബീഹു നൃത്യ കർത്തി മഹിളായും അല്ലേ, അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്ന നൃത്തമാണ് ബീഹു നൃത്യം. ആ നൃത്തമാണ് നമ്മൾ കാണുന്നത്. ആകെ ആകെ ബീഹു നൃത്യ കർത്തി മഹിളായും ഫസ്റ്റിൽ കാണുന്നത് നമ്മൾ ബീഹു നൃത്യ ചെയ്യുന്ന സ്ത്രീകളെയാണ്. കോപ്പു ബാബ ഈ ആവാസ് കഹാം സെ ആ രഹി ഹേ. ആ കമൻറ്റ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ നമ്മുടെ ഗോപു ചോദിക്കുകയാണ്, മനോഹർ ചാച്ചയോട് ചോദിക്കുകയാണ്, ബാബയോട് ചോദിക്കുകയാണ്, ബാബ ഈ ആവാസ് ഈ സൗണ്ട് കഹാം സെ ആ രഹി ഹേ എവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്? മനോഹർ ചാച്ച യഹ് ബി ടി വി സെ ഹി ആ രഹി ഹേ. യഹ് ബി ഇതും ഈ സൗണ്ടും ടി വി സെ ബി ആ രഹി ഹേ ടി വിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോപുലാൽ ഗോപു മോനെ, ലാൽ മീൻസ് ചൈൽഡ് കുട്ടി അല്ലേ. മനോഹർ ചാച്ച പറയുന്നു, അപ്പോൾ ഗോപു ടി വി से एक कमेंट्री आती है, उस समय गोबू का संदेश क्या है? हाँ, गोबू का संदेश अല്ലെ ഗോപു अपने बाबा से पूछता है. ബാബയോട് ചോദിക്കുകയാണ്, ബാബ ഈ ആവാസ് കഹാം സെ ആത്തി ഹെ ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്? തബ് മനോഹർ ചാച്ചാനെ കഹാ മനോഹർ ചാച്ച പറഞ്ഞു, വേ ബി ടി വി സെ ഹി ആ രഹി ഹെ അത് ടി വിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോപുലാൽ ഗോപു മോനെ. ഗോപു ജാദു ഹേന. ആ ജാദു ഹേന നല്ലൊരു മാജിക്കാണല്ലേ, ഇതൊരു മാജിക് തന്നെയാണ് അല്ലേ. അപ്പം ഫസ്റ്റ് ടി വി കാണുകയാണ് കുട്ടി അല്ലേ. കിസ് ദിൻ? जनवरी 26 के परेड का दृश्य है. परेड का दृश्य में एक कमेंट्री टीवी से एक कमेंट्री भी आते हैं. वो कमेंट्री क्या है? यह है जांगी असम राज्य की आगे आगे बिहू नृत्य करती महिलाएं അല്ലേ. ബിഹു നൃത്യം ചെയ്യുന്ന സ്ത്രീകളെയാണ് കാണുന്നത് എന്ന് കമൻട്രി വന്നു. പരേഡും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. ഉസാമ ഈ കമൻട്രി കേട്ടപ്പോൾ നമ്മുടെ ഗോപു ചോദിക്കുകയാണ്, ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അപ്പോൾ ബാബയോട് ചോദിച്ചപ്പോൾ മനോഹർ ചാച്ച പറയുകയാണ്, അതും ടി വിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോപു എന്താ പറഞ്ഞത്? ഈ ജാദു ഹേന നല്ലൊരു മാജിക് ആണല്ലേ. ഓക്കെ, അപ്പോൾ സീൻ 3 അവർ. Then scene 4 പഹാടി സടക് ഷാം കെ 4 ബജേ ഹെ. 2 മണിക്ക് പുറപ്പെട്ടതാണ് അവർ അല്ലേ. അങ്ങനെ 3 മണി സമയത്താണ് അവർ പഹാടിക്ക് പകടണ്ടി पर चढ़ते हैं അല്ലേ, പകടണ്ടി കയറുന്നത്. उसके बाद टीवी के बारे में कुछ यादों में खोया गोपू कुछ यादों में टीवी के बारे में कुछ यादों में खोया. वह याद 26 जनवरी के दिन उस टीवी में एक परेड देखने के लिए गोपू और उसके बाबा ने मनोहर चाचा के घर में गया था. उसके बारे में सीन 4 पहाड़ी सड़क शाम के 4 बजे हैं. सीन 4 पहाड़ी सड़क पहाड़ी रोड शाम के 4 बजे हैं. शाम मीन्स इवनिंग, 4 बजे है 4 PM 4 o'clock. तीनों बच्चे सड़क किनारे चल रहे हैं. तीनों बच्चे 3 കുട്ടികളും സടക്ക് കിനാരെ ചൽ രഹേ ഹെ
ആ റോഡിന് സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോപു. ജാദു താ സച്ച്മുച്ച് ചലോ അബ് സടക്ക് പാർ കർണി ഹേ. ഗോപുവിൻ്റെ ഡയലോഗ് ജാദു താ മാജിക് ആയിരുന്നു, സച്ച്മുച്ച് യഥാർത്ഥത്തിൽ അതൊരു മാജിക് ആയിരുന്നു. ടി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാജിക്കാണ്. ചലോ നടക്കൂ, അബ് സടക്ക് പാർ കർണി ഹേ നടക്കൂ നമുക്ക് എന്ത് ചെയ്യാം? അബ് ഇപ്പോൾ, നൗ അബ് മീൻസ് നൗ, സടക്ക് പാർ കർണി ഹേ റോഡ് ക്രോസ് ചെയ്യാം നമുക്ക്. സടക്ക് പാർ കർണേക്ക് കോശിസ് അങ്ങനെ റോഡ് അവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ശ്രമത്തിൽ സാമ്നേസെ മുന്നിൽ നിന്ന്, തേജീസെ ഫാസ്റ്റായിട്ട് വേഗത്തിൽ, ഏക്ക് ബസ് ആത്തി ഹേ ഒരു ബസ് വരുന്നു. ചുന്നി ദൗഡ്കർ പാർ കർലേത്തി ആ സമയത്ത് ചുന്നി എന്ത് ചെയ്തു? ദൗഡ്കർ ഓടിയിട്ട് പാർ കർലേത്തി ഹേ റോഡ് ക്രോസ് ചെയ്തു. കോപ്പു ഔർ ലല്ലു കോപ്പുവും ലല്ലുവും കടേ രഹിജാത്തെ അവിടെ സ്റ്റെക്കായി നിന്നു. ബസ് മേ ജോർസെ ബസ്സിൽ ജോർസെ ബ്രേക്ക് ലഗ്താ ഹേ ബസ് എന്ത് ചെയ്തു? പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഡ്രൈവർ ഗുസ്സേമേ സിർ ബാഹർ നികൽത്താ ഹേ എന്നിട്ട് ഡ്രൈവർ എന്ത് ചെയ്തു? ഗുസ്സേ മീൻസ് ടു ബി വെരി ആംഗ്രി വളരെ ദേഷ്യത്തോട് കൂടിയിട്ട്, സിർ ബാഹർ നിക്കാൽത്താ ഹേ തല ഡ്രൈവറുടെ തല പുറത്തേക്ക് ഇട്ടിട്ട്, നിക്കാൽത്താഹിനെ പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ഡ്രൈവറുടെ ഡയലോഗാണ് ഡ്രൈവർ അഭി ദേക്ക് ചലോ നോക്കിപ്പോയിക്കൂടെ. ഗോപു ഔർ ലല്ലു ജൽദി സെ സടക്ക് പാർ കർത്തേ ഹേ അങ്ങനെ ദേക്കെ ചലോ എന്ന് പറഞ്ഞു അല്ലേ, നോക്കിപ്പോകൂ എന്ന് പറഞ്ഞു ദേഷ്യം വന്നിട്ട്. ഗോപു ഔർ ലല്ലു ഗോപുവും ലല്ലുവും ജൽദി സെ വേഗം സടക്ക് പാർ കർത്തേ ഹേ റോഡ് ക്രോസ് ചെയ്യുന്നു. ചുന്നി ആ സമയത്ത് മുന്നേ ആര് ക്രോസ് ചെയ്തിട്ടുണ്ട്? ചുന്നി ഓടിയിട്ട് ക്രോസ് ചെയ്തിരുന്നു. ചുന്നി തും ലോഗ് സച്ച് മേ ചോട്ടെ ബച്ചേ ഹോ എന്താ ചുന്നി പറയുന്ന വലിയ വലിയ കാര്യത്തിൽ അവളാണ് ആദ്യം ക്രോസ് ചെയ്തത്. അപ്പോൾ അവൾ പറയുകയാണ് തും ലോഗ് നിങ്ങൾ സച്ച് മേ ചോട്ടെ ബച്ചേ ഹോ ശരിക്കും ചെറിയ കുട്ടികളാണ് അല്ലേ. സടക്ക് പാർ കർണാബി നെഹി ആത്ത റോഡ് ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ. വലിയ ആളായിട്ട് ചുന്നി ചോദിക്കുകയാണ്. ഗോപു ജേംതേ ഹുയെ അല്പം നാണത്തോട് കൂടിയിട്ട്, ജൽദി ചലോ വേഗം നടക്കൂ, അബ് ദേർ ഹോ രഹി ഹേ ഇപ്പം തന്നെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സീൻ 4 में क्या है? गोपू चुन्नी और लल्लू ने सड़क पार करने की कोशिश करते हैं तब जोर से एक बस उन तीनों के सामने से एक बस आ रहे थे. तब चुन्नी ने दौड़कर सड़क पार कर लेती है. उस समय गोपू और लल्लू ने उस सड़क में गड़े रह जाते हैं. तब ड्राइवर बहुत गुस्से से उनको टांडा. अंत में गोपू और लल्लू ने सड़क पार किया. तब चुन्नी ने क्या पूछा? तुम अभी छोटे बच्चे हो, अभी भी रोड सड़क पार करना भी नहीं आता. ओके, देन सीन 5. कस्बे की सब्जी मंडी शाम के 5 बजे हैं. लल्लू सब्जी मंडी की भीड़ में दौड़ा पीछे रह गया है. गोपू और चुन्नी आगे चल रहे हैं. चुन्नी डरी हुई है. चुन्नी तुमने कहा था जल्दी पहुंचेंगे, शाम तक वापस आएंगे. गोपू बस आने वाला है मनोहर चाचा का घर. चुन्नी एक लंबे आदमी से टकरा जाती है. वह आदमी जल्दी में है, संभलते हुए आगे बढ़ जाता है. चुन्नी रिवामसी होकर कब से कर रहे हो, आने वाला है. गोपू पीछे मुड़कर अरे ये लल्लू कहाँ रह गया, और तू रो मत. अब टीवी देखना है ना, उसमें पता है लोग बक्से के अंदर बंद होते हैं, छोटे छोटे दिखते हैं तेरे मकोड़ों की तरह. लल्लू दिखता है, ये लल्लू जल्दी आना. लल्लू दौड़ता हुआ आता है. तीनों हाथ पकड़कर चलने लगते हैं. सीन 5 എന്താണ് സീൻ 5 പറയുന്നത് നോക്കാം. കസ്ബേക്ക് സബ്ജി മണ്ടി. കസ്ബ മീൻസ് എ സ്മോൾ ടൗൺ അല്ലേ, ഒരു ചെറിയ ടൗൺ, ചെറിയ പട്ടണം. സബ്ജി മണ്ടി, എന്താ സബ്ജി മണ്ടി? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഷോപ്പ് അല്ലേ, മാർക്കറ്റ് അല്ലേ. വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു മാർക്കറ്റാണ് കസ്ബേക്ക് സബ്ജി മണ്ടി.
അല്ലേ? ആ ചെറിയ പട്ടണത്തിലെ ഒരു ചെറിയ ഒരു വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റ്. ഷാം കെ 5 ബജേ ഹെ, ഈവനിങ് 5 o'clock. ലല്ലു സബ്ജി മണ്ഡി കി ഭീഡ് മേ, അതിൻ്റെ നമുക്ക് സ്ഥാനു സമയമൊക്കെ കിട്ടി. ഇനി ലല്ലു സബ്ജി മണ്ഡി കി ഭീഡ് മേ ദോട പീച്ചെ രഹ ഗയാ ഹെ. ലല്ലു സബ്ജി മണ്ഡി കി ഭീഡ് മേ, സബ്ജി മണ്ഡിയിലുള്ള അല്ലെങ്കിൽ ആ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഷോപ്പിൻ്റെ ആ മാർക്കറ്റിൻ്റെ ഭീഡ് മേ, മാർക്കറ്റിൽ ആ സമയത്തൊക്കെ വളരെ തിരക്കാവുമല്ലോ, അങ്ങനെ ഭീഡ് മേ ആ തിരക്കിൽ, ഭീഡ് മീൻസ് ക്രൗഡ്, ജനക്കൂട്ടം, തിരക്കിൽ ദോട പീച്ചെ രഹ ഗയാ കുറച്ച് ബാക്കിലായി പെട്ടു. ലല്ലു ഗോപൂർ ചുന്നി ആകെ ചൽ രഹേ ഹെ, ഗോപുവും ചുന്നിയും നടന്നുകൊണ്ടിരിക്കുന്നു. ചുന്നി ഡരി ഹുയി ഹെ, ചുന്നി ആകെ എന്താണ്, പരിഭ്രമത്തിലാണ്, പേടിച്ചിരിക്കുന്നു. ഡർന ഫിയർ, പേടിയിലാണ് നമ്മുടെ ചുന്നി. ചുന്നി എന്താ പറയുന്നത്? തുമ്നെ കഹാത്ത, നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജൽദി പഹുഞ്ചേങ്കെ, വേഗം എത്തും, ശ്യാം തക്ക് വാപ്പസായെങ്കെ, അല്ലേ, വൈകുന്നേരത്തോടു കൂടി നമുക്ക് തിരിച്ച് വാപ്പസായെങ്കെ, തിരികെ വീട്ടിലെത്താമെന്ന് നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഗോപു ബസ് ആനെ വാലാ ഹെ മനോഹർ ചാച്ചാ ക ഘർ, മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് വരുമൊന്നും വേണ്ടേ, പോകുമൊന്നും വേണ്ടേ, തിരിച്ചു വരണമെങ്കിൽ. ചുന്നി ഏക് ലംബെ ആദ്മി സെ ടക്കരാ ജാത്തെ, ഇത് പറഞ്ഞുകൊണ്ട് അവർ നടക്കുമ്പോൾ സമയത്താണ് ചുന്നി ഏക് ലംബെ ആദ്മി സെ, ചുന്നി ഒരു നീണ്ട മനുഷ്യനുമായിട്ട് ടക്കരാ ജാത്തെ ഹെ, കൂട്ടിമുട്ടുന്നത്. വ ആദ്മി, ആ മനുഷ്യൻ ജൽദി മേം ഹെ, അയാൾ തിരക്കിലായിരുന്നു. സമ്പൽത്തെ ഹുയെ, എന്താ സമ്പൽന, പ്രൊട്ടക്ഷൻ, അതായത് എന്താ സമ്പലത്തെ ഹുയി, അദ്ദേഹം ഒന്ന് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആകെ ബഡ്ജാത്ത, അല്ലെങ്കിൽ ഒന്നിങ്ങനെ നമ്മൾ കൂട്ടിമുട്ടുന്ന സമയത്ത് ആ കുട്ടീനെ ഒന്ന് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിയിട്ട് വിടില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്തിയിട്ട് അയാൾ എന്ത് ചെയ്തു, ആകെ ബഡ്ജാത്ത, അയാൾ മുന്നോട്ട് പോയി. ചുന്നി രുവാംസി ഹോക്കർ, ചുന്നി എന്ത് ചെയ്തു, തിരക്കിലാണ് ആ സമയത്ത്, വൈകുന്നേര സമയത്ത് എല്ലാവരും തിരക്കിലാണല്ലോ, അപ്പോൾ ആ സമയത്ത് എന്താണ് രുവാംസി ഹോക്കർ, ചുന്നി എന്ത് ചെയ്തു, രുവാംസി ഹോക്കർ കരഞ്ഞുകൊണ്ട്, ഖബ് സെ കഹ് രഹേ ഹോ ആനെ വാലാ ഹേ, എപ്പോൾ പറയാൻ തുടങ്ങിയതാണ് ഇപ്പോൾ എത്തുന്നുള്ളത് അല്ലേ. ഗോപു പീച്ചെ മുടുക്കർ, പിന്നിലോട്ട് തിരിഞ്ഞിട്ട്, അരെ ഏ ലല്ലു കഹാം രഹ ഗയാ, ഈ ലല്ലു എവിടെ പോയി, ഔർ തൂ രോ മത്ത് അബ്, നീ ഇപ്പോൾ കരയൊന്നും വേണ്ട, ടി വി ദേഖ്നാ ഹേന, ടി വി കാണാനല്ലേ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്, നീ അതുകൊണ്ട് നീ കരയൊന്നും വേണ്ട. ഉസ്മേ പത്താഹേ ലോഗ് ബക്സേക്കെ, ഉസ്മേ പത്താഹേ എന്താണ്, ലോഗ് ബക്സേക്ക് അന്തർ ബന്ധു ഹോത്തെ ഹേ, അവളെ സോപ്പിടാൻ വേണ്ടിയിട്ട് പറയാണ്. ലോഗ് ആളുകൾ, ബക്സേക്ക് അന്തർ ബന്ധു ഹോത്തെ ഹേ, അല്ലേ, ബോക്സിൻ്റെ ഉള്ളിൽ ബന്ധു ഹോത്തെ ഹേ, അതിൻ്റെ ഉള്ളിലാണ് ആളുകളൊക്കെ. ചോട്ടെ ചോട്ടെ ദിക്തേ ഹേ, ചെറുതായിട്ടാണ് അവയെ കാണപ്പെടുന്നത്. തേരെ മക്കോടോം കി തര്, നിൻ്റെ ആ മക്കോടോ, അല്ലേ, ആ മക്കോടയുടെ അതേപോലെയാണ്, അല്ലേ, നീ നേരത്തെ ശപഥം ചെയ്തില്ലേ, ആ ജീവിയുടെ അതേ അത്ര വലിപ്പത്തിലാണ് ആളുകൾ അതിന് ആ ടി വിയുടെ ബോക്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ലല്ലു ദിക്താ ഹെ, ലല്ലു നോക്കുന്നു, ലല്ലുവിനെ നോക്കുന്നു. ഏ ലല്ലു ജൽദി ആന, അരേ ലല്ലു ജൽദി ആന, വേഗം വാ ലല്ലു. ലല്ലു ദൗഡ്താ ഹുവാ ആത്താ ഹെ, ലല്ലു ഇത് കേട്ടപ്പോൾ ഓടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തുന്നു. തീനോം ഹാത്ത് പക്കടുക്കർ ചലനെ ലഗ്തേ ഹെ, തീനോം ഹാത്ത് പക്കടുക്കർ, 3 പേരും ഹാത്ത് പക്കടുക്കർ, കയ്യും പിടിച്ചുകൊണ്ട് ചലത്തെ ലഗ്തേ ഹെ, നടക്കാൻ തുടങ്ങുന്നു. ഓക്കെ. सीन 5 में बच्चों ने कस्बे की सब्जी मंडी में है, उसमें बहुत भीड़ है. भीड़ में लल्लू कुछ पीछे रह गया. तब चुन्नी बहुत रुआंसी मुँह से गोपू से कुछ बातें करते हैं. उस समय चुन्नी एक लंबे आदमी से टकरा गया. उस आदमी संभालते हुए आगे और बढ़ा. देन गोपू पीछे देखते समय लल्लू को देखा. तब लल्लू को बुलाया. लल्लू दौड़कर उसके उन दोनों के हाथ पकड़कर तीनों ने चल गए. ओके. आज हमने सीन 3, 4, 5
तीन सीन के बारे में परिचय किया। वह पाठभाग अच्छी तरह पढ़ना चाहिए। किसी संदेह है तो मुझसे पूछो। ओके, आज की कक्षा मैं यहाँ समाप्त करती हूँ। धन्यवाद।